എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇൻഡിസസ് തുടർച്ചയായ 4ാമത്തെ ആഴ്ചയാണ് ഗെയിനുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യും സെൻസെക്സും ഒരു വോളറ്റൈൽ ട്രേഡിംഗ് സെഷൻ ഫ്രൈഡേ കാഴ്ചവെച്ചതിന് ശേഷം 219 പോയിൻറ്റ് ഉയർന്ന് 24,768 BSE സെൻസെക്സ് 843 പോയിൻറ്റ് ഉയർന്ന് 82,133 എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇൻഡിസസ് പോലെ തന്നെ വാൾ സ്ട്രീറ്റ് ഇൻഡിസസ്, S&P 500ഉം നാസ്ഡാക്കും അതുപോലെ ഡോ ജോൺസും പോസിറ്റീവ് തന്നെയായിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 2 ദിവസമായിട്ട് സെല്ലിംഗ് ആയിരുന്നെങ്കിൽ പോലും അവസാനം വെള്ളിയാഴ്ച ബൈയിങ്ങിലേക്ക് വരികയായിരുന്നു. അതായത് വെള്ളിയാഴ്ച 22,335 കോടിക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കുകൾ ബൈ ചെയ്യുകയും DIs 732 കോടിക്ക് സെല്ല് ചെയ്യുകയുണ്ടായി. നിഫ്റ്റി 50 ഇത്രയും നാളത്തെ നെഗറ്റിവിറ്റിക്ക് ഒരു റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തിരിക്കുകയാണ് ചാർട്ടുകളിൽ. പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകളായിട്ട് വരുന്നത് 24,400ഉം 24,300ഉമാണ്. അതേസമയം റെസിസ്റ്റൻസ് സോണുകളായിട്ട് 25,000 to 25,200 നമുക്ക് കാണാം. അപ്പോൾ നല്ലൊരു അപ് ട്രെൻഡ് വരികയാണെങ്കിൽ 25,200 ബ്രേക്ക് ചെയ്ത് വളരെ പോസിറ്റിവിറ്റിയിലേക്ക് മാർക്കറ്റിന് പോകാനുള്ള ഒരു ചാൻസ് നമുക്ക് കാണാം. അതേസമയം അത്രയധികം പോസിറ്റിവിറ്റി ഏത് ന്യൂസിൽ നിന്ന് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അടുത്തതായി പ്രധാനപ്പെട്ട ന്യൂസിലോട്ട് കിടക്കുമ്പോൾ ഗോദാവരി ബയോ റിഫൈനറീസ് എന്ന കമ്പനി ഒരു കപ്പാസിറ്റി അഡീഷൻ ചെയ്യുന്നുള്ള ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ആ കമ്പനി Q4 ഫിനാൻഷ്യൽ 2026 ഒരു 2000 KLPD കോൺ ഓർ ഗ്രെയിൻ ബേസ്ഡ് ഡിസ്റ്റിലറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊത്തം 130 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണിത്. അടുത്ത ഡിക്സൺ ടെക്നോളജീസ് ആണ്. ഡിക്സൺ ടെക്നോളജി വിവോ ഇന്ത്യ എന്ന കമ്പനി, അതായത് വിവോ എല്ലാം അറിയാവുന്ന വിവോ എന്ന കമ്പനിയുമായിട്ടായി ഒരു ജോയിൻറ്റ് വെഞ്ചർ സൈൻ ചെയ്തിരിക്കുകയാണ്. OEM ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അടുത്ത GE പവർ എന്ന കമ്പനിക്ക് 18.3 കോടിയുടെ ഒരു പർച്ചേസ് ഓർഡർ എക്സ്റ്റൻഷൻ ലഭിച്ചിട്ടുണ്ട്. ബോയിലർ പാർട്സ് MP പവർ ജനറേറ്റിംഗ് കമ്പനിക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണിത്. അടുത്ത ആഫ്കോൺസ് ഇൻഫ്ര എന്ന കമ്പനിയാണ്. ഈ കമ്പനി 1,007 കോടിയുടെ ഒരു ഓർഡർ മധ്യപ്രദേശ് മെട്രോ റെയിൽ കമ്പനിയിൽ നിന്നും വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ SBL പവർ എന്ന കമ്പനിക്ക് 1,522 കോടിയുടെ ഓർഡർ ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സിന് വേണ്ടി സപ്ലൈ, ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷൻ ഓഫ് ഓൺ ബോർഡ് ട്രെയിൻസ് കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റംസ് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. 2,200 ലോക്കോമോട്ടീവ്സിലാണ് HBL പവർ ഈ സിസ്റ്റം ഘടിപ്പിക്കുക. അടുത്ത ഹാപ്പി ഫോർജിങ് എന്ന കമ്പനിക്ക് 140 കോടിയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അടുത്ത ജീനസ് പവർ എന്ന കമ്പനിയാണ്. ഇവർ ആസാമിലുള്ള പുതിയ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമൻസ് ചെയ്തിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽസ് 74 റൂമുള്ള ഒരു ഹോട്ടലിൽ ലൈസൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ. അടുത്ത മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. ഈ കമ്പനി ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. പ്രോജക്റ്റ് P71 എന്ന പേരിൽ 6 സബ്മറൈൻസ് ഉണ്ടാക്കാനുള്ളതിലെ ഒരു കമ്മ്യൂണിക്കേഷനും നേവിയിൽ നിന്നോ മിനിസ്ട്രിയിൽ നിന്നോ മാസഗോൺ ഷിപ്പ് ബിൽഡേഴ്സിന് ലഭിച്ചിട്ടില്ല എന്നുള്ള ക്ലാരിഫിക്കേഷനാണിത്. അടുത്ത പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എന്ന കമ്പനിയാണ്. ഈ കമ്പനി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഗ്ലോബൽ മുനീഷൻ എന്ന ഒരു കമ്പനിയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 51:49 എന്ന റേഷ്യോയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഇവർ സൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഡിഫൻസ്, എയർസ്പേസ് പ്രൊഡക്ട്സ് എന്നിവ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റാണിത്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അടുത്തതായിട്ട് IPO ഓഫറിംഗ് നമുക്ക് നോക്കുമ്പോൾ IPO ഓഫറിംഗിൽ നമുക്ക് കാണാം വിശാൽ മെഗാ മാർട്ട് 3ാം ദിവസം 27.28 ടൈംസ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ എന്തായാലും നമ്മൾ ഈ IPOയിൽ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത സായ് ലൈഫ് സയൻസസ് ആണ്. ഈ കമ്പനി 10.26 ടൈംസാണ് ഡേ 3 സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ വൺ മൊബിക്വിക് സിസ്റ്റംസ് നമുക്ക് എങ്ങനെയായാലും 50 to 80% ലിസ്റ്റിംഗ് ഗെയിൻ കാണേണ്ടതാണ്. 119.38 ടൈംസാണ് ഡേ 3 സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസ് ഡേ 2 സബ്സ്ക്രിപ്ഷൻ 2.65 ടൈംസ് ആയിട്ടുള്ളൂ. പ്രതീക്ഷിച്ച സബ്സ്ക്രിപ്ഷൻ അതിന് വന്നിട്ടില്ല എങ്കിലും നമുക്ക് ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ റേറ്റിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ലിസ്റ്റിംഗ് ഗെയിൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇൻ്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡേ 2 0.17 ടൈംസാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വീക്കായിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ് അതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി ഇന്ന് എക്സ് അല്ലെങ്കിൽ റെക്കോർഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഡേറ്റ് ആയിട്ടുള്ളത് PC ജ്വല്ലേഴ്സ് ആണ്. അതുപോലെ തന്നെ എക്സ് ഓർ റെക്കോർഡ് ബോണസ് ഇഷ്യൂ ആയിട്ടുള്ളത് സ്കൈ ഗോൾഡ് ആണ്. 9:1 റേഷ്യോയിലാണ് ഇന്ന് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ഡേറ്റ് ഉള്ളത്. അടുത്തതായി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡാറ്റ നോക്കുമ്പോൾ നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സ് 0.86% ഉയർന്ന് 24,860 92 പോയിൻറ്റ് പ്രീമിയത്തിലാണുള്ളത്. നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 0.41% ഉയർന്നിരിക്കുകയാണ്. നിഫ്റ്റി ഓപ്ഷൻസിൻ്റെ 19 എക്സ്പയറിയിൽ വരുന്നതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000-ലും മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,500-ലുമാണെന്ന് കാണാം. മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്ന പോസിറ്റിവിറ്റി വരുന്ന ആഴ്ചയിലും കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.